ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് KTU യൂണിവേഴ്സിറ്റി എക്സാമിന് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റ് നിന്ന് ചോദിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ്, മൊഡ്യൂൾ വൈസ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ആക്ച്വലി സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ S5 ഇലക്ട്രിക്കലിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ആ സബ്ജക്റ്റിൽ മൊഡ്യൂൾ വൈസ് ആയിട്ട് അതിൻ്റെ കോഡ് ഇവിടെയുണ്ട്, EET 305. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ മൊഡ്യൂൾ വൈസ് ഏതൊക്കെ ടോപ്പിക്കിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം എക്സാം അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കൂടുതൽ ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിന് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓരോ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. അതിൽ നമുക്ക് ജസ്റ്റ് മൊഡ്യൂൾസിനെ ഒന്ന് നമുക്ക് ഫെമിലറൈസ് ചെയ്യാം. അതിൽ 5 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. 5 മൊഡ്യൂൾസിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആണ് നമ്മുടെ സബ്ജക്ട് അല്ലെ. അതിൽ സിഗ്നൽസിന്റെ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊക്കെ ടൈപ്പ് സിഗ്നൽസ് ഉണ്ട്, എലിമെന്ററി സിഗ്നൽസ് ഉണ്ട്, അത് ആ സിഗ്നൽസിൽ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, എനർജി സിഗ്നൽ, പവർ സിഗ്നൽ, ഈവൻ സിഗ്നൽ, ഓഡ് സിഗ്നൽ, പീരിയോഡിക് സിഗ്നൽ, നോൺ പീരിയോഡിക് സിഗ്നൽ, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് വെച്ചിട്ടാണ് സിഗ്നൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടാതെ പിന്നെ സിഗ്നൽസിലുള്ള ബേസിക് ഓപ്പറേഷൻ, ഒരു സിഗ്നലിനെ നമ്മൾ എന്തൊക്കെ ബേസിക് ഓപ്പറേഷൻസ് ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ളത് ആ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ വരുന്നത് സിസ്റ്റം, സിഗ്നൽസിന്റെ എല്ലാ ക്ലാസിഫിക്കേഷൻസിനും സിഗ്നൽസിന്റെ ഓപ്പറേഷൻസും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സിസ്റ്റമാണ്. അതിൽ സിസ്റ്റത്തിൽ വരുന്നത് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ഉള്ളത്. ആക്ച്വലി ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റത്തിന്റെ അകത്തും പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റത്തിന്റെ അകത്തും പ്രധാനമായിട്ട് വരുന്നത് ടൈം ഇൻവേരിയൻസ്, ലീനിയാരിറ്റി പ്രോപ്പർട്ടി, കോസാലിറ്റി പ്രോപ്പർട്ടി, മെമ്മറി സിസ്റ്റം, മെമ്മറിലെസ് സിസ്റ്റം, പിന്നെ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ കൺസെപ്റ്റിൽ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മളൊരു സിസ്റ്റത്തിന് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ആ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട്, സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്ന ഇമ്പൾസ് സിഗ്നൽ ആണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതിനാണ് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് LTI സിസ്റ്റം എന്താണ്, ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം, അതാണ് LTI സിസ്റ്റം. ആ LTI സിസ്റ്റത്തിന് എങ്ങനെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ പിന്നെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണ്. പിന്നെ ഒരു കാര്യം കൂടെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നുണ്ട്, ഇൻട്രൊഡക്ഷൻ ഓഫ് റാൻഡം സിഗ്നൽസ് ആൻഡ് റാൻഡം പ്രോസസ്സസ്. അതിന്റെ കൺസെപ്റ്റ് മാത്രം വലിയ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ബേസിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെയും സിഗ്നൽസിന്റെയും ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ നമുക്കൊരു സിഗ്നൽസ് തന്നു കഴിഞ്ഞാൽ ആ സിഗ്നൽ, ഒരു എലിമെന്ററി സിഗ്നൽ തന്നു കഴിഞ്ഞാൽ ആ സിഗ്നൽ ഓഡ് സിഗ്നൽ ആണോ, ഈവൻ സിഗ്നൽ ആണോ, പീരിയോഡിക് ആണോ, നോൺ പീരിയോഡിക് ആണോ, എനർജി ആണോ, പവർ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ പ്രോബ്ലം വൈസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് സിഗ്നൽസിന്റെ ക്ലാസിഫിക്കേഷൻ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിഗ്നൽസ് ഏതൊക്കെയാന്നുള്ളത് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് പ്രോബ്ലം ആയിട്ട് ചോദിക്കാനുള്ള ഒരു സംഭവമാണ് ബേസിക് ഓപ്പറേഷൻസ്. ഒരു സിഗ്നൽ തന്നിട്ട് അതിൽ നടത്താവുന്ന ബേസിക് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്. ടൈം ഷിഫ്റ്റിംഗ് ഉണ്ട്, ടൈം സ്കെയിലിംഗ് ഉണ്ട്, ടൈം റിവേഴ്സൽ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു x(t) എന്ന് പറയുന്ന സിഗ്നൽ തന്നിട്ട് നമ്മളോട് ചിലപ്പം x(2t+3) അല്ലെങ്കിൽ x(5t-3) അങ്ങനെയുള്ള സിഗ്നൽ വരയ്ക്കാനോ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനോ ചോദിക്കാം. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സിഗ്നലിനകത്ത് എന്ത് നടത്തണം, ബേസിക് ഓപ്പറേഷൻസ് നടത്തണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ചോദിക്കാം. പിന്നെ സിസ്റ്റത്തിന്റെ അകത്താണെങ്കിൽ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, പ്രോപ്പർട്ടീസ് ചോദിക്കാം, സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഒരു സിസ്റ്റത്തിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സെക്ഷനാണ്. പിന്നെ കൂടാതെ ബേസിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം, ഈ നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ ടൈപ്സും പ്രോപ്പർട്ടീസും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ചോദിക്കാം. പിന്നെ LTI സിസ്റ്റം, ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെന്റേഷൻ വെച്ചിട്ട് LTI സിസ്റ്റത്തിന്റെ അനാലിസിസ് ചോദിക്കാം. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് മൊഡ്യൂളിന്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഓക്കെ, അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട, പ്രോബ്ലം വൈസ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, ഈ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ സിഗ്നലിന്റെ ബേസിക് ഓപ്പറേഷൻസ് ആണ്. ഷിഫ്റ്റിംഗ്, സ്കെയിലിംഗ്, ടൈം റിവേഴ്സൽ, ആ ബേസിക് ഓപ്പറേഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ അകത്തേക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് നോക്കാം. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത്
മെയിൻ ആയിട്ട് ഫൊറിയർ അനാലിസിസ് ആണ്, ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ. ഒരു സിഗ്നൽസിന്റെ ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും, പിന്നെ ഫൊറിയർ ട്രാൻസ്ഫോം റെപ്രസെന്റേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷനും ഫൊറിയർ ട്രാൻസ്ഫോം റെപ്രസെന്റേഷനും ആയിട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസിന്റെ കൺസെപ്റ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അനാലിസിസ്, ഒരു സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് റെസ്പോൺസുകൾ, ടൈം റെസ്പോൺസുകളും ഫ്രീക്വൻസി റെസ്പോൺസുകളും നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം അനാലിസിസ് വഴി എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെ ഒരു സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ LTI സിസ്റ്റത്തിന്റെ തന്നെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ, അതും ഇതുപോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം അനാലിസിസ് ഉപയോഗിച്ചിട്ട് ഒരു LTI സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. പിന്നെ അനലോഗി, സിസ്റ്റത്തിന്റെ അനലോഗീസ് വെച്ചിട്ട് പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ ഫോഴ്സ് വോൾട്ടേജ് അനലോഗി, ഫോഴ്സ് കറന്റ് ആൻഡ് ടോർക്ക് അനലോഗി, വോൾട്ടേജ് അനലോഗി, അങ്ങനെ കുറെ അനലോഗീസ് ഉണ്ട്. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം തന്നിട്ട് ഒരു ഡൊമൈനിലുള്ള സിസ്റ്റം തന്നിട്ട് വേറൊരു ഡൊമൈനിലുള്ള അതിന്റെ അനലോഗി ചോദിക്കാം, അത് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അതിൽ സെക്കൻഡ് മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് ഇതാണ് സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷനും ഫൊറിയർ ട്രാൻസ്ഫോം റെപ്രസെന്റേഷനുമാണ്. ഒരു സിഗ്നൽ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ ഉപയോഗിച്ചിട്ട് അതിന്റെ ഫൊറിയർ സീരീസ് കോഎഫിഷ്യൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, ഫൊറിയർ ട്രാൻസ്ഫോം കോഎഫിഷ്യൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതേപോലെ ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഫൊറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെ കണ്ടുപിടിക്കാം, ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കുന്നത്, അത് ചോദിക്കാറുണ്ട്. പിന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം അനാലിസിസ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. കാരണം ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള ടൈം റെസ്പോൺസോ ഫ്രീക്വൻസി റെസ്പോൺസോ നമ്മളോട് ചോദിക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കണം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസും ടൈം റെസ്പോൺസും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം അനാലിസിസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോം അനാലിസിസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ അനലോഗി വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ഒരു ടൈപ്പ് വന്നിട്ട് അതിന്റെ അനലോഗി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസും ഈ സെക്ഷൻ്റെ അകത്ത് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ അകത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് സെക്കൻഡ് മൊഡ്യൂൾ ഫോക്കസ് ചെയ്യുന്നത് ഫൊറിയർ സീരീസ്, പിന്നെ ഫൊറിയർ ട്രാൻസ്ഫോം, പിന്നെ വരുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം, പിന്നെ അനലോഗി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് പ്രധാനമായിട്ട് ചോദിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് മൊഡ്യൂൾ വന്നു കഴിഞ്ഞാൽ തേർഡ് മൊഡ്യൂളിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് ബ്ലോക്ക് ഡയഗ്രം റെപ്രസെന്റേഷൻ. ഒരു സിസ്റ്റത്തിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം റെപ്രസെന്റേഷൻ നമ്മൾ അങ്ങനെ ചെയ്യും. ആ ബ്ലോക്ക് ഡയഗ്രം റെപ്രസെന്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ബ്ലോക്ക് ഡയഗ്രം റെപ്രസെന്റേഷൻ്റെ അകത്ത് നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിനെ റെഡ്യൂസ് ചെയ്ത് എങ്ങനെ സിംപ്ലിഫൈ ആയിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം, അത് ഇമ്പോർട്ടൻറ്റ്, അതാണ് ഫസ്റ്റ് ടോപ്പിക് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, ബ്ലോക്ക് ഡയഗ്രം റെപ്രസെന്റേഷന്റെ വേറൊരു റെപ്രസെന്റേഷൻ ആണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് അല്ലെങ്കിൽ SFG എന്ന് പറയുന്നത്. സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മെയ്സൺസ് ഗെയിൻ ഫോർമുല എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട് അല്ലേ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷനൊക്കെ അത് കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ടെക്നിക്കാണ് എന്ത്, സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിട്ട് ഒരു സിസ്റ്റത്തിന്റെ ടൈപ്പ്, ഏത് ടൈപ്പ് സിസ്റ്റം ആണ്, എത്ര ഓർഡർ സിസ്റ്റം ആണ് എന്ന് കണ്ടുപിടിക്കാനുള്ള സെക്ഷനാണ് മൂന്നാമത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പോൾസ് സീറോ റെപ്രസെന്റേഷൻ ആയിട്ട് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ടൈം ഡൊമൈൻ ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് അടുത്ത സെക്ഷൻ ആയിട്ട് വരുന്നത്. പിന്നെ കൺസെപ്റ്റ് ഓഫ് പോസിറ്റീവ് റിയൽ ഫംഗ്ഷൻസ് ആൻഡ് ഹർവിറ്റ്സ് പോളിനോമിയൽ, അത് സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്റ്റെബിലിറ്റി അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട റൂത്ത് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ സിമുലേഷൻ ബേസ്ഡ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. കാരണം നമുക്ക് ഇവിടെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൊഡ്യൂൾ 3 പ്രോബ്ലംസിന് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ 3 തന്നെ ഈ ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷന്റെ ഒരു പ്രോബ്ലം എന്തായാലും എക്സാംസിന് ചോദിക്കുന്നതാണ്. ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ ആയിട്ട് നമുക്കൊരു വലിയ ബ്ലോക്ക് ഡയഗ്രം തന്നിട്ട് അതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. കൂടാതെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫിന്റെ അകത്ത് നിന്ന് എങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കി വെക്കേണ്ട പ്രോബ്ലം സെക്ഷൻസ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 മാർക്സിന്റെ 3 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ട് ടൈപ്പ് ആൻഡ് ഓർഡർ ഓഫ് ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ടൈപ്പ് ആൻഡ് ഓർഡർ, ഏത് ടൈപ്പ് സിസ്റ്റം ആണ്, അത് എത്ര ഓർഡർ സിസ്റ്റം ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാറ്. ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അത് ചെറിയ ക്വസ്റ്റൻ ആയിട്ട് 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. പിന്നെ
അടുത്ത സെക്ഷൻ്റെ അകത്ത് നമുക്കൊരു പോൾ സീറോ റെപ്രസെന്റേഷൻ തന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പോൾ സീറോ റെപ്രസെന്റേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ടൈം ഡൊമൈൻ, ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ അതിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാം. പിന്നെ വേറെ ഈ ഹർവിറ്റ്സ് പോളിനോമിയലിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ചോദിക്കാനുള്ള എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ അത് ഹർവിറ്റ്സ് പോളിനോമിയൽ ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. അതേപോലെ റൂട്ട് സ്റ്റെബിലിറ്റി കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 3 പ്രധാനമായിട്ട് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി മൊഡ്യൂൾ 3 ഏറ്റവും മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട സാധനം എന്ന് പറയുന്നത് എന്താ? ബ്ലോക്ക് ഡയഗ്രവും സിഗ്നൽ ഫ്ലോ ഗ്രാഫും. അതിനകത്ത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചിലപ്പം ഓപ്ഷൻസിലായിരിക്കും ബ്ലോക്ക് ഡയഗ്രവും സിഗ്നൽ ഫ്ലോ ഗ്രാഫും വരിക, പക്ഷെ എന്തായാലും ഷുവർ ആയിട്ടും അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നെക്സ്റ്റ് മൊഡ്യൂൾ 4 വരുന്നത് ആക്ച്വലി സാമ്പിളിംഗ് പ്രോസസ് ആണ് ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത്. സാമ്പിളിംഗ് തിയറം അതിൻ്റെ അകത്ത് ഏലിയാസിംഗ് എഫക്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ ഹോൾഡ് സർക്യൂട്ട്, അത് വെച്ചിട്ട് സിഗ്നൽ റീകൺസ്ട്രക്ഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് സെക്കൻഡ് ടോപ്പിക്. പിന്നെ ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിഗ്നൽ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന നമ്മളെ ഒരു ഡിസ്ക്രീറ്റ് സിഗ്നൽ ഉണ്ടെങ്കിൽ ആ ഡിസ്ക്രീറ്റ് സിഗ്നൽ ഒരു സിസ്റ്റത്തിലേക്ക് അതിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ ആണെങ്കിൽ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ, അതാണ് നമ്മൾ ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ എന്ന് പറയാം. ആ ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സെഡ് ട്രാൻസ്ഫോം എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് സെഡ് ട്രാൻസ്ഫോം, പിന്നെ റീജിയൺ ഓഫ് കൺവേർജൻസ് ROC, പിന്നെ വരുന്നത് ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ മൊഡ്യൂൾ 4 വരുന്നത്. അപ്പൊ ഇതില് ബേസിക് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിംഗ് തിയറം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിളിംഗ് തിയറം ചോദിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ ഹോൾഡ് സർക്യൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് സിഗ്നൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഡിസ്ക്രീറ്റ് കൺവല്യൂഷന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട്. ഡിസ്ക്രീറ്റ് കൺവല്യൂഷന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ സെഡ് ട്രാൻസ്ഫോം ആണ് കുറച്ചും കൂടി പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാനുള്ള. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. അതിൽ സെഡ് ട്രാൻസ്ഫോം എങ്ങനെ ഒരു ഇത് തന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിന്റെ സെഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം, എങ്ങനെ റീജിയൺ ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കാം, തിയറിറ്റിക്കൽ ആയിട്ട് വേണമെങ്കിൽ സെഡ് ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ മൊഡ്യൂൾ 4 എന്ന് ചോദിക്കാം. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 ആക്ച്വലി വരുന്നത് ഡിഫറൻസ് ഇക്വേഷൻ റെപ്രസെന്റേഷൻ ഓഫ് LTI സിസ്റ്റം. അപ്പൊ നമ്മൾ ഇതുവരെ LTI സിസ്റ്റം സെക്കൻഡ് മൊഡ്യൂൾ മുതൽ ഇങ്ങോട്ടേക്ക് കേട്ട് വരുന്നുണ്ട്. ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെന്റേഷൻ ഒക്കെ നമ്മൾ അതിൻ്റെ അകത്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ മൊഡ്യൂൾ 5 വരുന്നത് ഡിഫറൻസ് ഇക്വേഷൻ റെപ്രസെന്റേഷൻ ആണ്. ഡിഫറൻസ് ഇക്വേഷൻ റെപ്രസെന്റേഷൻ വരുന്നുണ്ട്. പിന്നെ Z ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഡിലേ ഓപ്പറേറ്റർ ആൻഡ് ബ്ലോക്ക് ഡയഗ്രം റെപ്രസെന്റേഷൻ, പിന്നെ ഡയറക്റ്റ് ഫോം, കാസ്കേഡ് ആൻഡ് പാരലൽ റെപ്രസെന്റേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ഫോം. അതായത് ഡയറക്റ്റ് ഫോം 1, ഡയറക്റ്റ് ഫോം 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. അത് ഒരു ടോപ്പിക് ആണ്. പിന്നെ സ്റ്റെബിലിറ്റി ഓഫ് സാമ്പിൾഡ് ഡാറ്റാ സിസ്റ്റം, അതൊരു ടോപ്പിക് ആണ്. അതുപോലെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജൂറീസ് ടെസ്റ്റ്, ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊരു ടോപ്പിക് ആണ്. പിന്നെ വരുന്നത് നമ്മൾ ആദ്യം പഠിച്ച ഫൊറിയർ ട്രാൻസ്ഫോം, ഫൊറിയർ സീരീസിന്റെ ബാക്കിയുള്ള ഡിസ്ക്രീറ്റ് ഫൊറിയർ സീരീസും ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം, DFSും DTFTയും കൂടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതില് ഇത് ഓൾമോസ്റ്റ് കുറച്ച് തിയറി ബേസ്ഡ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. അതിൽ നമുക്ക് ഡിഫറൻസ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ഈ സെക്ഷൻ്റെ അകത്ത് പ്രോബ്ലം ഉണ്ടാവും. അതായത് പിന്നെ ഒരു ഡിഫറൻസ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതിന്റെ ബേസിൽ ഒരു പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡയറക്റ്റ് ഫോം 1, 2, കാസ്കേഡ് ഫോം, പാരലൽ ഫോം റെപ്രസെന്റേഷൻ എങ്ങനെയാണ് എന്ന് ചോദിക്കാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. പിന്നെ സ്റ്റെബിലിറ്റി ഓഫ് സാമ്പിൾഡ് ഡാറ്റാ സിസ്റ്റം, സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ജൂറീസ് ടെസ്റ്റ്, ബൈനറി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് എങ്ങനെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. പിന്നെ DFSും DTFTയിലും മെയിൻ ആയിട്ട് ചോദിക്കാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. DFSന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, DTFTയുടെ പ്രോപ്പർട്ടീസ് എന്താണ്, അതേപോലെ തന്നെ ഒരു ഡിഫറൻസ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ DTFT ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കാം. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ DTFTന്റെ അകത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സിഗ്നൽ സയൻസ് സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ KTU യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. എന്നിട്ട് നമുക്ക് വാട്സാപ്പിൽ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ യൂട്യൂബ് ചാനലിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.